ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമുക്ക് പുതിയ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വിഭവം കിണ്ണത്തപ്പമാണ്. അറിയോ ചക്ക കൊണ്ടുണ്ടാകുന്ന കിണ്ണത്തപ്പം അറിയോ? ഇതിനാവശ്യമുള്ള സാധനങ്ങളാണ് ചക്ക നുറുക്കി വെച്ചിട്ടുള്ളതാ, ചെറുതായിട്ട് കൊച്ചു കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുള്ളതാ. ഗോതമ്പ് പൊടിയാണ് ഉണ്ടാക്കുന്നത്. തേങ്ങ, ശർക്കര ഉരുക്കി അരിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് നെയ്യ്, ഏലക്ക ചതച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പ്, ജീരകപ്പൊടി കുറച്ച്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, വെള്ളം. ഇത്രയാണ് ഇതിനാവശ്യമുള്ളത്. തുടങ്ങാം നമുക്ക്. ഇത്തിരി കട്ടിയായി തുടങ്ങുന്നുണ്ട് കേട്ടോ. അതെ, ചൂടായി നല്ല കട്ടിയായി തുടങ്ങി. അധികം അങ്ങനെ മറ്റേ അപ്പം പോലെ നമുക്ക് അടയൊക്കെ ഉണ്ടാക്കുമ്പോൾ കട്ടിയാവണം, അത്ര കട്ടിയാവണ്ട. ലൂസിൽ തന്നെ നമുക്ക് തേങ്ങ ഇടാം വേണം കേട്ടോ. അതെ, തിളച്ചിണ്ട, നല്ല തിളച്ചിട്ടുണ്ട്. ഒരു വലിയ തേങ്ങയുണ്ടത്. അതല്ല, ചക്കിണ്ണത്തപ്പം. ചക്ക പ്ലസ് ചക്കിണ്ണത്തപ്പം. അപ്പം എന്ന് പറയുമ്പോൾ അപ്പം എല്ലാവരും മറ്റേ അപ്പമാണ് പ്രതീക്ഷിക്കുക. വെള്ളയപ്പം, വട്ടയപ്പം, അതേപോലെ ഉണ്ടാക്കും. ചക്ക കൊണ്ടുണ്ടാക്കാം, അല്ലാതെ പാലൊഴിച്ചുണ്ടാക്കാം, പഞ്ചസാര. കിണ്ണത്തപ്പം എല്ലാവർക്കും അറിയാം. ചക്ക എന്ന് പറയുന്നത് ഇത് ജ്യൂസ് അടിച്ചിട്ടുണ്ടാക്കും. ജ്യൂസ് അടിച്ചിട്ട് ചക്കപ്പം ഉണ്ടാക്കും. ഇത് വിളയിച്ചിട്ട് ഉണ്ടാക്കണം കിണ്ണത്തപ്പം. ഇതിലിട്ട് വിളയിക്കും, എന്നിട്ട് ഉണ്ടാക്കണം കിണ്ണത്തപ്പമാണ്. അപ്പം ചക്ക കടിക്കുകയും ചെയ്യാം നമുക്ക്. ചക്ക ഇങ്ങനെ തിന്നുമ്പോഴേ, ചക്ക നമ്മളെ കടിക്കൂല, നമുക്ക് ഓരോന്ന് ചക്ക തിന്നുമ്പോൾ, പക്ഷേ അപ്പം തിന്നുമ്പോഴേ അതിൻ്റെ ഇടയിൽ ഓരോ കഷ്ണം അങ്ങനെ കടിക്കാമല്ലോ. ചക്ക ഇടാൻ പോകണം. ഇത് ഒരു ചെറിയ ചക്കയുടെ നാലിലൊരു ഭാഗമാണ്. മനസ്സിലായോ? നാലിലൊരു ഭാഗം ആയില്ല. അതായത് ഒരു ചക്ക വെട്ടിയിട്ട് നാലാക്കിയിട്ട് അതിൻ്റെ ഒരു കഷ്ണം ഇട്ടുള്ളതാണ്. ശർക്കര കൈമലായി. എന്താവാ പോലെ. ശർക്കര 400 ഗ്രാം. 400 ഗ്രാം ശർക്കര, 4 ചക്ക, 1/2 കിലോ പൊടി. ഗോതമ്പ് പൊടിച്ചരിച്ചത്. ഗോതമ്പ് പൊടിച്ചതാണ്, ഗോതമ്പ് പൊടി അല്ല. ഗോതമ്പ് പൊടിച്ചത്, ആട്ടപ്പൊടിയല്ല. ഇനി ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിലേക്ക്. സ്പൂൺ നെയ്യ്, കുറച്ച് ഏലക്ക കേട്ടോ, ഏലക്ക പൊടിച്ചതാണ്. ഒരു സ്പൂണ് ജീരകപ്പൊടി. ആക്ഷൻ പറയുമ്പോഴേ അമ്മ സംസാരിക്കാൻ പാടുള്ളൂ. ഇടയ്ക്ക് കയറി സംസാരിച്ച് പറഞ്ഞു. നീ ഓഫ് ചെയ്ത് കേട്ടാ. ഇനി ഒന്ന് തണുത്തിട്ട് വേണം മാവൊക്കെ കൂട്ടി ലേശം വെള്ളമൊക്കെ ഒഴിച്ച് അപ്പത്തിൻ്റെ പരിവാക്കി എടുക്കാൻ. കുറച്ച് നേരം എടുക്കും. ഫാൻ്റെ ചോട്ടിൽ കൊണ്ട് നിൽക്കാം. തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, 10 മിനിറ്റായി. ഇതിപ്പോൾ ഞാൻ ഫാൻ്റെ ചോട്ടിൽ വെച്ച് തണുപ്പിച്ച് വെച്ചേക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് പൊടിയിടാം. അതാണ്, അല്ലെങ്കിൽ ഇത് മാവ് ശരിയാവില്ല. ശർക്കരയൊക്കെ ശരിക്ക് പിടിക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ കുഴയ്ക്കണം. എന്നിട്ട് കുറച്ച് വെള്ളം കൂട്ടി കലക്കിയിട്ട് കിണ്ണത്തിലേക്ക് ഒഴിക്കുക. അടുപ്പ്
ഭയങ്കര പാടാണത് കുഴച്ചെടുക്കാൻ. ചൂട്ടോടാണെങ്കിൽ ഇത്രയും പാടല്ല. ചൂടാകുമ്പോഴും ഗോതമ്പ് പൊടിക്ക് ചൂടായ കുറുകലായിരിക്കും. ഉരുട്ടാനല്ല, അത് ഇത് പിടിക്കാനാണ്. ഇനി വെള്ളം ഒഴിച്ച് കലക്കുന്നത് മതി. ശർക്കര പിടിക്കാനേ ഉരുട്ടണ്ട. ഇത് കിണ്ണത്തപ്പല്ലേ. ഇലയപ്പം ഉണ്ടാക്കട്ടെ. ഇങ്ങനെ ഇലയപ്പം ഉണ്ടാക്കി തിന്നാം നമുക്ക്. ഇലയിൽ പരത്തി വെച്ച് അട പുഴുങ്ങി കഴിക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള വെള്ളം കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാം. ഇതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി. വേണ്ട, പരുവം മതി. ഇതാണ് കേട്ടോ അതിന്റെ പരുവം. കണ്ടാ, ഇതിൽ ലേശം ഉപ്പ് ചേർക്കണം. കണ്ടാ, ഇപ്പം നമുക്ക് ഇങ്ങനെ കോരി അങ്ങനെ കിട്ടൂലേ, ഇങ്ങനെ കോരി തട്ടിലൊഴിക്കണം. ഇഡ്ഡലിപ്പാത്രം തട്ട് വെച്ചിട്ട് ഒഴിക്കുക. അപ്പോൾ ഇഡ്ഡലിപ്പാത്രം വെക്കും, തട്ട് വെക്കുമ്പോൾ ഒഴിക്കുന്നത് പറഞ്ഞിട്ടില്ലേ. ഇഡ്ഡലിപ്പാത്രം വെച്ച് കാണിച്ചു കൊടുക്കും. ഉപ്പിടാൻ വേണം. അധികം വേണ്ടല്ല, ശർക്കര ഉള്ളതുകൊണ്ട് ലേശം ഇട്ടാൽ മതി. ഉപ്പ് ഒരു വെള്ളത്തിൻ്റെയൊക്കെ ഒരു ചുവ പോലെ വരും നമുക്ക്. വെള്ളത്തിൻ്റെ ശർക്കരയൊക്കെ ഒരു ചുവ. അപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഉപ്പിടുന്നത്. എന്തിനും ഒരു ബാലൻസിങ് ഉണ്ടല്ലോ. പിന്നെ ടേസ്റ്റിങ് കിട്ടണമെങ്കിൽ ഉപ്പിന് ഉപ്പ് തന്നെ വേണ്ടേ. ഉപ്പില് അപ്പം അത് ബാലൻസ് ചെയ്യണുണ്ടല്ലോ. എല്ലാത്തിനെയും ബാലൻസ് ചെയ്യണമെങ്കിൽ അത് കൂടുതലുള്ള സാധനത്തിന് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറഞ്ഞ നേരിയത് എന്തെങ്കിലും ഇട്ട് കൊടുക്കും. ഉപ്പിന് ഉപ്പ് ഇട്ട് കൊടുക്കും, മധുരത്തിന് മധുരം ഇട്ട് കൊടുക്കും. ഇത് മധുരം കൂടുതലല്ലേ. അപ്പം അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇഡ്ഡലി പാത്രം വെക്കാം കേട്ടോ. ഇഡ്ഡലി പാത്രം വെച്ചിട്ട് വെള്ളം തിളച്ചിട്ട് അപ്പം ഉണ്ടാക്കാം. ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട്. ഇനി തട്ടിൽ ലേശം നെയ്യ് തടവാം. ഇതാ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇടാം. ഒരു രസം, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. തിന്നണമെങ്കിൽ അത് കുറേ വേണ്ടേ. ഇതിൻ്റെ അകത്ത് വെക്കാം കേട്ടോ. വെള്ളം തിളച്ചിട്ട് നമുക്ക് മാവിടാം. തട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ, അതിലേക്ക് ഇടാം. ഇതെല്ലാം അധികം വെള്ളത്തിൽ വേണ്ട. കാരണം ശർക്കരയൊക്കെ ഒന്നും കൂടി ഇങ്ങനെ ചൂടാകുമ്പോൾ ഇത് വെള്ളം പോലെ ആവുമല്ലോ. അധികം വെള്ളത്തിൽ കലക്കാതെ ഇങ്ങനെ കുഴച്ചെടുത്തതാണ്. എത്ര നേരം പിടിക്കും? ഒരു 10-15 മിനിറ്റ് പിടിക്കും. 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം. തുറന്നു നോക്കാം കേട്ടോ. തുറന്നു നോക്കിയിട്ട് ആയോ നോക്കാം. ആയിട്ടുണ്ട് കേട്ടോ. ഇനി എന്ത് എടുക്കുക. ഇതെങ്ങനെ എടുക്കും? എടുക്കാണ്ട് പാടും. ഇത് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ പാടാ. ഇങ്ങനെ എടുക്കാനേ. നെയ്യുള്ളവരുണ്ടേ കൈ പിടിക്ക് നെയ്യ് വീഴുന്നൊരു പേടി. ഇത് ഇറക്കി വെക്കട്ടെ കേട്ടോ. ഇറക്കി വെച്ചിട്ട് കൊടുക്കും. ഇന്നത്തെ വിഭവം റെഡി ആയിട്ടുണ്ട്. നമുക്കിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്നാ കൊള്ളൂല. കൊള്ളാട്ടാ. ടേസ്റ്റ് എന്ന് പറഞ്ഞാലേ ചക്ക ഇങ്ങനെ കടിക്കണോണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ചക്ക ഇങ്ങനെ ഇതിനുള്ളിൽ ചക്ക ഉണ്ടല്ലോ. ചക്ക മുറിച്ച് വാട്ടിയതല്ലേ, അതുകൊണ്ട് ചക്ക പ്രത്യേകം കടിക്കാം. അതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടാ. എന്റെ മോൻ എപ്പോഴും എന്നെ കളിയാക്കും. എന്ത് പറഞ്ഞാലും കളിയാക്കും. ചക്ക മറ്റേ ജ്യൂസ് അടിച്ചുണ്ടാക്കുമ്പോ ചക്ക കാണൂല. ചക്ക ഉണ്ട്, അണ്ടിപ്പരിപ്പുണ്ട്, ടേസ്റ്റ് ഉണ്ട്. എല്ലാവർക്കും നല്ല ഇഷ്ടമാവും.
ഉണ്ടാ ഇപ്പോൾ ഉപ്പ് തോന്നുന്നുണ്ട് ഇതിനകത്ത് ഇല്ലല്ല. ആ അതെല്ലാം ബാലൻസ് ചെയ്യാൻ ലേശം ഉപ്പ് കൂടി വേണം. പായസത്തിൽ ഉപ്പിടൂലേ? അറിയോ എനിക്ക്? എനിക്കറിയില്ല. ഇവിടെ ഇടും. അവിടെ ആരും ഇടുമെന്നുണ്ടെങ്കിൽ ഇവിടെ പായസത്തിൽ ഉപ്പിടും, അച്ചാറിലെ പഞ്ചസാര ഇടും, ഇപ്പൊ ചക്കടയിൽ ഉപ്പ്. ചോദിച്ചു നോക്കുക, നീ കമൻറ്റ് വരും നോക്കോ. നെയ്യിലൊക്കെ പ്രത്യേക ടേസ്റ്റ്. എല്ലാവർക്കും നെയ്യ് ഇഷ്ടാവില്ല ചിലവർക്കൊക്കെ. അത് നെയ്യില്ലാതെ ഉണ്ടാക്കാൻ വേണ്ടി വേറെ മാറ്റിച്ചിട്ടുണ്ട്, നെയ്യ് തടവാതെ. വേവ് തന്നെയാണോ അതോ ഗോതമ്പൊടിയല്ലേ? ഇല്ല, കുറച്ചുകൂടെ വേവണോ അതോ? വേണമെങ്കിൽ ഒത്തിരി ഒന്ന് വേവിക്കാം, കുഴപ്പമില്ല. വെന്തിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. എനിക്ക് തോന്നേ ചൂട്ടോടുകൂടി ഇറക്കിയാണല്ലോ കുറച്ച്. ഗോതമ്പൊടിക്ക് ഒരു പദം ഉണ്ടാവുമല്ലോ, പ്രത്യേക പദം. പിന്നെ ഇതെല്ലാം പദമുള്ള സാധനമല്ലേ, ശർക്കരയും തേങ്ങയും ചക്കയൊക്കെ നല്ല സോഫ്റ്റ് അല്ലേ, അതിൻ്റേതായ പദം. അത് ഒത്തിരി ഒന്ന് ചൂടാറുമ്പോഴേ ഒന്ന് മുറുക്കം കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.